ഗൈസ്, മെൻസ ക്രാഫ്റ്റ് ബോക്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ്. അതിനൊക്കെ ഈ അലോവേരാസ് ഒക്കെ കാണിച്ച് തരാട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഇത് ഇത്ര നല്ലോണം വളരെ കണ്ട് കുറേ അലോവേരാസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. ഞങ്ങൾ ഇവിടെ 2 എണ്ണേ കട്ട് ചെയ്യുന്നുണ്ട്, അതുതന്നെ ധാരാളമാണ്. പിന്നെ ഇതിലൊരു യെല്ലോ കളർ ജെല്ലുണ്ട്, അത് നമ്മുടെ സ്കിന്നിനൊക്കെ അലർജി ഉണ്ടാവും. നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കേണ്ടാവും ഇത് പുല്ലാണോ എന്ന്. പക്ഷെ ഇത് പുല്ലല്ല കേട്ടോ, മിൻ്റാണ്. പിന്നെ ആ അലോവേര നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ജെല്ല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജെല്ല് മാത്രം അല്ലാണ്ട് തന്നെ എടുക്കാം കേട്ടോ. ഇതിനി നമുക്ക് ജെല്ലെടുത്തതിന് ശേഷം ഇത് നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ, യൂസ് ചെയ്യണേ മുന്നേ. അപ്പോഴത്തേ നമ്മൾ ജെല്ല് ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാത്തിൻ്റെയും ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കഴുകുകയാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം കഴുകാൻ ശ്രദ്ധിക്കുക. ആ യെല്ലോ കളറ് ജെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കഴുകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂവും കൂടെ കഴുകിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 20ഓളം ചെമ്പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഹെയറിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം. ചെമ്പരത്തിപ്പൂവ് എപ്പോഴും നല്ല ഹെയറിന് നല്ല ഗ്രോത്ത് വരാനുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാം. ആദ്യം നമ്മൾ വെള്ളം തിളച്ചിട്ട് അതിന് ശേഷം നമ്മളെന്താ അലോവേര ഇടാം. അലോവേരയുടെ കൂടെ തന്നെ ആംല, നെല്ലിക്ക, നമ്മൾ ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് കൂടെ കൂട്ടിയിട്ട് അത് നന്നായി വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂവ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂവ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് മെൽറ്റായി കിട്ടും. ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഒന്നുകൂടി മാറി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ നല്ല ചൂടുള്ള ഇതിലിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഓക്കെ എടുക്കാവുന്നതാണ്. അധികം നേരം നമുക്ക് ചൂട് വേണ്ട ആവശ്യമില്ല, കത്തിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം, ഇതിപ്പോൾ ചൂട് മാറിയിട്ടില്ല എന്നാലും അതിലുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാം നല്ലപോലെ. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം നല്ല തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ക്രീമി പരുവത്തിലായിട്ടുണ്ട്. അതേപോലെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അത്രയും ക്രീമി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. അതിനുശേഷം നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ച വെള്ളം കൂടെ, ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ മുടിക്ക് നല്ല ഗ്രോത്ത് ചെയ്യാനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളതൊന്നും എടുക്കുന്നില്ല, ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായി ഇപ്പോൾ തണുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ ഒരു ജാറിലാക്കി നല്ലപോലെ വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ജാറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. മുടിക്ക് നല്ല എഫക്റ്റീവാണ്, നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.